നമസ്കാരം. റേഖി ധ്യാനം, തൈജസ സാന്നിധ്യത്തിൻ്റെ ദർശനം നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഓരോ ഇതളുകളെയും പരിശോധിച്ചുള്ള ഒരു ധ്യാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ധ്യാനിക്കാനിരിക്കുമ്പോൾ വിശ്രാന്തിയിലാവുക എന്നുള്ളതാണ്. പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ഇല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ ശവാസനത്തിലോ ചെയ്തു തീർക്കേണ്ട ഒരു പ്രാക്ടീസാണെന്ന് പറയുന്നത്. തൈജസ ശരീരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഊർജമണ്ഡലത്തെയാണ്. തൈജസ ശരീരത്തിൽ നിന്നാണ് തേജസ് രൂപപ്പെടുന്നത്. അത് പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു ശാരീരിക ബോധമാണ്. അപ്പോൾ ഈ മാർഗം അവലംബിക്കണമെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ തൂവൽ സ്പർശം എന്ന രീതി നിങ്ങൾ ചെയ്തിരിക്കണം. തൂവൽ സ്പർശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈകൾ ഫെദർ ടച്ച് കണ്ണുകളിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു പോകും. ആ സമയത്ത് ഊർജത്തിന് എവിടെയെങ്കിലും പ്രവേശിച്ചേ മതിയാവും. അങ്ങനെ അടഞ്ഞ കണ്ണുകൾ ആ ഊർജം മുഴുവൻ ഈ ത്രിനേത്രത്തിൽ ഭ്രൂമധ്യത്തിൽ തേടയിൽ വന്ന് തട്ടുന്നു. അങ്ങനെ തേടൈ മെല്ലെ ഓപ്പണിംഗ് ആവും. തൂവൽ സ്പർശം ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ അടഞ്ഞ കണ്ണുകൾക്ക് മേൽ കൈകൾ തൂവൽ പോലെ വയ്ക്കുമ്പോൾ അങ്ങനെ തേടൈ ചക്ര ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, തുറന്നു കഴിഞ്ഞാൽ, അത് തുറക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്ടിവൈസ് ആകും. ഹോർമോൺ സെക്രേഷൻ ദ്രുതഗതിയിലാകും. പിനിയൽ ഗ്ലാൻഡിനെയും ഹൈപ്പോതലാമസിനെയും തലോമസിനെയും അത് ആക്ടിവൈസ് ചെയ്ത് തലയിലുള്ള ഈ നമ്മളുടെ തലച്ചോറ് അത് വികസിക്കുകയും ഹോർമോൺ സെക്രേഷൻ ദ്രുതഗതിയിൽ ആവുകയും ചെയ്യും. അതുവഴി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എല്ലാം തന്നെ സക്രിയമാകും, സജീവമാകും. വെറുതെ കൈകൾ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ തൊടുമ്പോൾ തന്നെ തൂവൽ സ്പർശം, ഫെദർ ടച്ച്, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ചെയ്യേണ്ടുന്ന പ്രാക്ടീസ് ആണ് തൈജസ ശരീരത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. ഒരു നീല വെളിച്ചം ശരീരത്തിൽ പൊതിഞ്ഞ്, അതായത് സ്വന്തം രൂപത്തിൻ്റെ ഒരു നീല രൂപം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന അവസ്ഥയാണ് തൈജസ ശരീരം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ തൂവൽ സ്പർശം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓറയെ സ്പർശിക്കാൻ സാധിക്കും. ആ കൈകൾ കൊണ്ട് തന്നെ ഇങ്ങനെ സ്വീപ്പ് ചെയ്യാം. ചക്രങ്ങളിൽ കൈ വച്ചിട്ട് ആക്ടിവൈസ് ചെയ്യാം. ഓരോ ചക്രങ്ങളിലും ആക്ടിവേഷൻ നടത്താൻ സാധിക്കും. അതുപോലെ ഓറയുടെ ഓരോ പാളികളെയും നമുക്കിങ്ങനെ സ്പർശിക്കാൻ സാധിക്കും. രോഗിയുടെ ഓറയും ചക്രങ്ങളും ഇതുപോലെ തന്നെ സ്പർശിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ ഒരു ലാഘവം, ആകാശ ചരണം, ആകാശത്തിലൂടെ പറന്നു പോകാനുള്ള, അല്ലെങ്കിൽ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് പോലുള്ള ആകാശത്തിലൂടെ പറന്നു പോകാനുള്ള ഒരവസ്ഥ സംജാതമാകും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ. ശരീരത്തിന് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കഴിവ് മുമ്പ് നിങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ, തോന്നുമ്പോഴൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശരീര രൂപത്തിന് ചുറ്റും ഒരു നീലപ്രകാശം, നീല വെളിച്ചം, ഇങ്ങനെ വെളിച്ചമുള്ളതായി അതിങ്ങനെ തെളിഞ്ഞ് വരുന്നതായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നാൽ അത് കാണാൻ കഴിയുക നിങ്ങൾക്ക് വായുവിൽ പൊങ്ങിക്കിടക്കാനും ആകാശത്ത് പറക്കാനും കഴിയുമെന്നും ശരീരം ഭാരമില്ലാത്തതും ഗുരുത്വാകർഷണത്തിൽ നിന്ന് മുക്തമായതുമാണെന്നും തോന്നുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗുരുത്വാകർഷണത്തിന് അതീതമായിട്ടെന്തോ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്.
അതായത് നമ്മളുടെ ശരീരത്തിന് ഈ ഈ പ്രപഞ്ചം കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് അതീതമായി പാരലൽ യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു വേഗമാനമാണ് ഈ തൈജസ് ശരീരം ആക്ടിവൈസ് ആക്കുമ്പോൾ സംഭവിക്കുന്നത്. പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെടുക്കാൻ സാധിക്കും. അസ്ട്രൽ ട്രാവലിങ്, അതുപോലെ ഡാർക്ക് മാറ്ററിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫിസിക്സ് അറിയാവുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ പാർട്ടിക്കിൾ, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ, അതുപോലെ ലെഡ് വാക്വത്തിൽ വച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ എന്നതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിതാന്ത ശൂന്യതയിൽ നിന്ന് പദാർത്ഥ രൂപീകരണത്തിൻ്റെ ഒരു അവബോധം നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് പൂർത്തീകരിക്കാൻ സാധിക്കും. അയാഥാർത്ഥ്യത്തിൽ നിന്ന് യാഥാർത്ഥ്യം മെനഞ്ഞെടുക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അങ്ങനെയാണ് ഈ സ്പിരിച്വൽ ഹീലിങ്ങിലൊക്കെ സംഭവിക്കുന്നത്. സ്യൂഡോ സയൻസ് അല്ല, ഇത് ശരിക്കും ശാസ്ത്രം തന്നെയാണ്. അങ്ങനെ തൈജസ് ശരീരത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തൈജസ് ശരീരത്തിലേക്ക് മെഡിസിനൽ സപ്ലിമെൻറ്റ്സിനെ യൂണിവേഴ്സിൽ നിന്ന് തന്നെ അതിൻ്റെ പാർട്ടിക്കിൾസിനെ ബോഡിയിലേക്ക് ആവാഹിച്ച് ബോഡിയിൽ തന്നെ സ്വയം മരുന്ന് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വലിയൊരു സയൻസ് ശാഖയാണ്. സെൽഫ് ഹീലിങ്ങിൽ അത് ഉപയുക്തമാണ്. അതുപോലെ തന്നെ അങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു ജനറേറ്റ് ചെയ്യപ്പെടുന്ന മെഡിസിൻസിൻ്റെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് രോഗിയിലേക്ക് പാസ് ചെയ്യാനും സാധിക്കും. അതുവഴി മിറക്കിൾസ് ആയിട്ടുള്ള ഹീലിങ്സ് സംഭവിപ്പിക്കാനും ഒരു ഹീലർക്ക് സാധിക്കും. അപ്പോൾ ഈ മെഡിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സമചിത്തതയോടെ നല്ല സമയത്ത് തുടങ്ങി അത് പരിശീലിച്ചതിൽ ആർജവത്വം കൈവരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഭാരമില്ലായ്മ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ധ്യാനത്തിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ ലാഘവം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ച് ശരീരത്തിൻ്റെ ബാഹ്യരൂപത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനാവുക. ബാഹ്യരൂപം എന്ന് പറയുമ്പോൾ ഹെഡ് ടു ടോയ്സ്, തല മുതൽ പാദം വരെ. അപ്പോൾ മിഴികൾ അടച്ച് കാൽ വിരലുകളുടെ രൂപവും സ്വഭാവവും അത് തൊട്ടറിയുക, സ്പർശിച്ചറിയുക. അവിടെ നീല വെളിച്ചത്തിൽ പോലെ ഉള്ള വിരലുകളിൽ നിങ്ങളിങ്ങനെ മെല്ലെ തൊട്ടറിയുക. അങ്ങനെ അത് അനുഭവപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് മുഴുവൻ ശരീരത്തിൻ്റെ ബാഹ്യരൂപവും നിങ്ങൾ തിരിച്ചറിഞ്ഞ് ബുദ്ധനെ പോലെ സിദ്ധാസനത്തിൽ ഇരിക്കുന്നതായി, ബുദ്ധനെ പോലെ ഇരിക്കുമ്പോഴുള്ള ആ രൂപം അനുഭവപ്പെടുക. നിങ്ങളൊരു ബുദ്ധനായി മാറിയതായിട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക. അത് വ്യക്തമായും നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമാകും. അതോടൊപ്പം ശരീരത്തിനടുത്തായി ചുറ്റും നീലിമയാർന്ന ഒരു പ്രകാശമുണ്ടെന്ന ഒരു അവസ്ഥ നിങ്ങൾക്കത് വരുതിയിൽ വരികയും ചെയ്യും ഈ സന്ദർഭത്തിൽ. അപ്പോൾ ഇത് മെഡിറ്റേഷൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല. മെഡിറ്റേഷന് മുന്നേ ചെയ്യേണ്ട മുൻകരുതലുകൾ, പ്രാക്ടീക്കൽ ഇതാണ് പറഞ്ഞു തരുന്നത്. ധ്യാനത്തിൻ്റെ ഒരു പ്രാക്ടീസാണ്, ഗൈഡ് ലൈനാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ബുദ്ധനെ പോലെ നിങ്ങളായിത്തീരുക. തൊട്ട് മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ബുദ്ധൻ പ്രത്യക്ഷപ്പെടുന്നു. ആ തൈജസ് ശരീരമായിട്ട് ബുദ്ധൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ തുടക്കത്തിൽ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഇത് ചെയ്യുക. ഈ വെളിച്ചം പരന്നുകൊണ്ടിരിക്കുകയും ചുറ്റിനും ഒരു നീല പരിവേഷം അനുഭവിക്കാറാവുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കുതിച്ചുചാട്ടത്തിൽ സംഭവിക്കാം. കൂരിരുട്ടിലിരുന്ന് അത് ചെയ്യുമ്പോൾ ഒരു കുതിച്ചുചാട്ടം, ഈ നീലപ്രകാശം ഇങ്ങനെ പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് ലൈറ്റ് എമർജിങ് ബോഡിയിൽ സംഭവിക്കും. നീലവെളിച്ചം വ്യാപിക്കുന്നതായി നിങ്ങൾക്കത് അനുഭവപ്പെടും. അതിൻ്റെ കാരണം കൺ തുറന്ന് തന്നെ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇരുണ്ട ഒരു മുറിയിൽ തീരെ വെളിച്ചമില്ലാതെ ഇത് ചെയ്താൽ മതി. ഇതിനെ ഈ നീല വെളിച്ചം കാണണമെങ്കിൽ ഇരുട്ടുള്ള മുറിയിലിരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ ഈ നീല വെളിച്ചത്തെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും.
അപ്പോൾ ഈ നീല രൂപം, ഈ നീല വെളിച്ചം തൈജസ ശരീരത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ തൈജസ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല വെളിച്ചമാണ്. രണ്ടാമത്തെ ശരീരമാണ്. അതായത് ഈതറിക് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓറയുടെ ഈതർ ബോഡിയുടെ അത് മിനിറ്റിൽ 4 മുതൽ 12 ഡിനോണേഷൻസാണ് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പുറപ്പെടുവിക്കുന്നത്. ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബോഡി ഇങ്ങനെ 4 മുതൽ 12 ഡിനോണേഷൻസ് ഒരു മിനിറ്റിലുണ്ടാകും. അപ്പോഴാണ് ആ ഡിനോണേഷൻസിൻ്റെ ടൈമിലാണ് അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന പാർട്ടിക്കിൾസിനെ സ്വാംശീകരിച്ചെടുക്കുന്നത്. പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ആറ്റം ഉണ്ടാക്കാൻ പറ്റും. ആറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സമാന സ്വഭാവമുള്ള ആറ്റങ്ങൾ വലിച്ചെടുത്തത് തന്മാത്രയായിട്ട് മാറും. അങ്ങനെ ഭൗതിക പദാർത്ഥങ്ങളെ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് അനേകം ശരീരങ്ങളുണ്ട്. 7 ശരീരങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ രീതി, തൈജസ ശരീരത്തിൻ്റെ രീതി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കുറയും. അതുപോലെ നിങ്ങൾക്ക് ഒരു സുഖകരമായിട്ടുള്ള ഒരു ഊഷ്മളത നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ഈ മാർഗം പ്രയോജനപ്പെടുത്തുമ്പോൾ തൈജസ ശരീരത്തിൻ്റെ ഓരോ സാക്ഷാത്കാരവും നിങ്ങളെ ഒരു നവോന്മേഷമാക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. ആരെങ്കിലും നിങ്ങളെ സ്പർശിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ലാഘവം ഇല്ലെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളെ സ്പർശിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ സ്പർശിക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ ഈ തൈജസ ശരീരത്തെയാണ് സ്പർശിക്കുന്നത്. അതുകൊണ്ടാണ് അത് അത്രമേൽ സുഖം പ്രദാനം ചെയ്യുന്നത്. ഇതിൻ്റെ ഛായാചിത്രമെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ലവിങ് കപ്പിൾസിൻ്റെയൊക്കെ ഛായാചിത്രം എടുത്തിട്ട് ഈ തൈജസ ശരീരത്തിൻ്റെ നീല വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗാഠാനുരാഗത്തിലുള്ളവർ ആയിട്ടുള്ള ആ ഒരു സ്പർശനത്തിൽ നിന്ന് ഈ നീല വെളിച്ചം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ ഈ അവരുടെ ശക്തി വർദ്ധിക്കുന്നു. അവരിങ്ങനെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓജോ ശരീരം അവർക്ക് ഉണ്ടായിത്തീരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സ്നേഹിതരായിട്ടുള്ളവർ സ്പർശിക്കുമ്പോഴാണ് അത് ആ ഒരു കാമനയിലാണ് അത് പെട്ടെന്നത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ നമ്മളുടെ ടൈമിങ്, ഈ സെക്ഷുവാലിറ്റി, ലവ്, ഇറോസ്, സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കപ്പാസിറ്റിക്ക്, അതിൻ്റെ പീക്ക് ലെവലിലേക്ക് നമ്മളുടെ ബോഡിയെ നിലനിർത്താൻ സാധിക്കും. അതുപോലെ അനായാസേന ക്ഷീണമില്ലാതെ ജീവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ നീല വെളിച്ചമുള്ള തൈജസ ശരീരത്തെ തിരിച്ചറിഞ്ഞാലുള്ള പ്രയോജനം. രോഗപ്രതിരോധ ശേഷി മാത്രമല്ല, നമുക്ക് അഫ്ലുവൻസിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു കഴിവും നമ്മൾക്ക് എത്തിച്ചേരും. അങ്ങനെ വെറുതെ ഇരുന്ന് നിങ്ങൾ സമയം കളയാതെ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ഒരു ധ്യാനം നിങ്ങൾ പരിശീലിക്കുക. അത് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം മറ്റുള്ളവരെ കൊണ്ടിങ്ങനെ ഇരുത്തി ഇതിങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് പഠിക്കാനും സാധിക്കും. അതുപോലെ മറ്റുള്ളവർക്കതൊരു പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ആദ്യം തന്നെ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് തൂവൽ സ്പർശം അത് വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആജ്ഞാചക്രം തുറക്കുകയും ഹൃദയത്തിലേക്ക് തുള്ളികളായിട്ട് ഇത് ശക്തി ഊർന്നു വീഴുകയും എൻഡോക്രൈൻ ഗ്ലാൻസ് ആക്ടിവൈസ് ചെയ്യുകയും ഹൃദയം തുറക്കുകയും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ, മനോഭാവത്തിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുകയും നമുക്കൊരു അൺകണ്ടീഷണൽ ലവ് എറൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും നല്ല സമയം നോക്കി അടഞ്ഞ മുറിയിൽ ഇരുട്ടിൽ ഇത് ധ്യാനിക്കുക. തൈജസ് ശരീരത്തെ നിങ്ങൾ കണ്ടെത്തുക. താങ്ക് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേറ്റ്.